നമ്മുടെ ക്ലാസ് വളരെ ശക്തമായ ഭാഗത്തിലാണ്. നമ്മൾ മത്തായി 5-ാം അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലതുകരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. നിർണായകമായ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാൻ ഇന്നലെ നമ്മളൊരു ഹോംവർക്ക് പറഞ്ഞായിരുന്നു. നമ്മളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യരുത്. നമ്മൾ എളിമയോടെ അത് സ്വീകരിക്കണം. വിശുദ്ധ അഗസ്തീനോസ് ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഒന്ന് എടുക്കുകയാണ്. മറ്റുള്ളവരുടെ ദുർബലത സഹതാപത്തോടെ സഹിക്കണമെന്ന് കർത്താവ് വിധിക്കുന്നു. ഇതൊരു റിവിഷനാണ്. ഇന്നലെ പറഞ്ഞത് സ്നേഹമുള്ളവരെ, ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ഭാര്യാഭർത്താക്കന്മാർക്കുള്ള ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ, വിവാഹത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ, അതാണ് എൻ്റെ അകത്ത് വരുന്ന ഉദാഹരണം. ഞാനിങ്ങനെ ചോദിക്കും, നമ്മൾ പെർഫെക്റ്റ് ആണോ? ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞു. നമ്മൾ ആരെങ്കിലും പെർഫെക്റ്റ് ആണോ? അല്ല. എളുപ്പം ഉത്തരം കിട്ടി. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എങ്ങനെ ആകണമെന്ന് ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാര്യ പെർഫെക്റ്റ് ആകണമെന്നാണ്, നമ്മുടെ ഭർത്താവ്. കണ്ടോ? എന്നാൽ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവരിലും ചില ദുർബലതകളുണ്ട്. എല്ലാവരിലും നോ വൺ ഈസ് പെർഫെക്റ്റ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതെന്താ അങ്ങനെ പറഞ്ഞത്? എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്താണ്? 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിന്നോട് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത എന്താ? ഇങ്ങനെ നമ്മൾ പറയുന്നത് ചില നേരത്ത്. അപ്പോ ആ കേൾക്കണ ആൾക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടാം, കേൾക്കണ ആള് ചിലപ്പോ മിണ്ടാതിരിക്കാം, ചിലപ്പോ വിചാരിക്കും ഈ പറയണ ആൾ എന്താണാവോ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കണ്ടുപിടുത്തം, മറ്റൊരാളിലെ കുറവുകളെ അവർക്ക് മാറ്റാൻ പറ്റില്ല, മറ്റൊരാളിലെ ദുർബലതകളെ അവർക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കണ്ടുപിടുത്തം. ഏതുപോലെ പാവയ്ക്കയ്ക്ക് കയ്പുണ്ട്. പാവയ്ക്കയുടെ കയ്പ് പാവയ്ക്കയ്ക്ക് മാറ്റാൻ പറ്റുമോ? അപ്പൊ അത് ഈ ദുർബലതകൾ എന്ന് നമ്മൾ പറയുന്നത് ചില ആളുകളുടെ അവസ്ഥയാണ്. അത് അവർക്ക് സ്വയം മാറ്റാൻ പറ്റില്ല. നമ്മൾ ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ അശുദ്ധി എടുത്ത് മാറ്റുന്നതാണ് വിശുദ്ധി എന്നാണ് നമ്മൾ അധികം വിചാരിക്കുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവീകത നമ്മളിൽ വരുന്നതാണ്, ദൈവത്തിന്റെ സത്വത്തനിമയാണ്. ആ വിശുദ്ധി നമ്മളിലേക്ക് പകരുമ്പോഴാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ മറ്റൊരു വാക്ക് ദൈവീകരണം എന്നാണ്. ആ ദൈവീകത നമ്മിലേക്ക് പ്രസരിക്കുന്നത് കൃപയിലൂടെയാണ്. അപ്പോൾ ആ ദൈവീകത നമ്മളിലേക്ക് പ്രസരിക്കുമ്പോൾ നമ്മിലുള്ള മാനുഷികതയും ദൗർബല്യങ്ങളും മാറും, അല്ലാതെ മാറില്ല. ഒരാൾക്കത് സ്വയം മാറ്റാൻ പറ്റില്ല. അതാണ് മറ്റുള്ളവരുടെ ദുർബലത സഹതാപത്തോടെ അവനത് മാറ്റാൻ പറ്റണില്ല. അപ്പോൾ ചിലവർ പറയും, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കൽ ഒരു ധ്യാനം നടത്തുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ ചില ധ്യാനങ്ങളൊക്കെ നടത്തുന്നത് ആ ധ്യാന കേന്ദ്രങ്ങൾ വലിയ ഹോട്ടൽ മാതിരിയാണ്. ധ്യാനം ഇല്ലാത്ത സമയത്ത് അവിടെ ഹോട്ടൽ മാതിരിയാണ് അത് നടക്കണേ. അപ്പോൾ അവിടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ആ ധ്യാന ദിവസങ്ങളിൽ അവിടെ വേറെ ആൾക്കാർക്കൊന്നും താമസമില്ല, ഹോട്ടൽ ഇല്ല. അല്ലാത്ത ദിവസങ്ങളിൽ അത് ഹോട്ടലായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ അവിടുത്തെ മാനേജർ വന്നിട്ട് എന്നോട് പറയാണ്, എന്ത് ധ്യാനമാണ് താൻ നടത്തണേ? ഇത് കണ്ടോ, ഒരാൾ ഇവിടെ കള്ള് കുടിച്ച് കിടക്കണം. അവരുടെ തന്നെ കടയിൽ നിന്നാണ് കള്ള് എന്ന് പറഞ്ഞാൽ ഫോറിൻ ലിക്വർ നമ്മുടെ ഭാഷയിൽ. അപ്പോൾ ഞാൻ അത് ആരാണ് ചോദിച്ചപ്പോഴേക്കും അയാളുടെ ഭാര്യ ഓടി വന്ന് എൻ്റെ അടുത്തേക്ക്. അയാളുടെ ഭാര്യ ഓടി വന്നിട്ട് പറയാണ്, എൻ്റെ ഭർത്താവാണ്. എന്നിട്ട് ഈ മാനേജരോട് പറയാണ്, നിങ്ങൾക്ക് എന്താ എൻ്റെ ഭർത്താവ് കണ്ടുപിടിക്കണേന്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? എൻ്റെ ഭർത്താവിൻ്റെ ഒരു ബലഹീനതയാണത്. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ഇയാളെ വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ട് വന്നാൽ ഇയാൾ ഇതിൽ കൂടുതൽ കുടിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് അയാൾക്കത് മേടിച്ചു കൊടുക്കണത്.
അത് കുടിച്ചില്ലെങ്കിൽ അയാൾക്ക് സമാധാനമാവില്ല. എനിക്ക് ധ്യാനം കൂറുന്നതിനും പ്രാർത്ഥിക്കണതിനും ഒന്നും ഒരു തടസ്സവുമില്ല. കർത്താവ് മാറ്റാണ്ട് അയാളുടെ കള്ളുകൂടി മാറില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. കണ്ടോ, അങ്ങനത്തെ ഭാര്യമാരുണ്ട്. കർത്താവ് മാറ്റാണ്ട് ഇത് മാറില്ല. അയാളുടെ ബലഹീനതയാണ്. എന്നിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട്, ബ്രദറെ ക്ഷമിക്കണം, സാറ് ക്ഷമിക്കണം, ഞാൻ കാര്യം മനസ്സിലായല്ലോ, ഞാൻ ഇയാളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടുകൊണ്ട് ധ്യാനം കൂടാൻ വന്നാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നു. അവിടെ കുടിച്ച് അവിടെ റൂമിൽ കിടന്നോളും, എനിക്കിവിടെ ഇരുന്ന് സുഖമായിട്ട് ധ്യാനം കൂടാം. കർത്താവ് മാറ്റുന്ന നേരത്ത് മാറ്റട്ടെ. ഞാൻ ഇതിൻ്റെ പുറകെ അയാളോട് തല്ലും ബഹളം ഉണ്ടാക്കിയിട്ട് ഇത് മാറുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് കൃത്യസമയത്ത് എടുത്ത് മാറ്റും. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യണു. അതാണ് മറ്റുള്ളവരുടെ ദുർബലതകളെ സഹതാപത്തോടെ സഹിക്കണമെന്ന് കർത്താവ് വിധിക്കുന്നു. സഹതാപത്തോടെ അയാളോട് നമ്മൾ സഹതപിക്കണം. അത് അയാൾക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇത് ഒരു ഉദാഹരണമാണ് മദ്യപാനം. എന്നാൽ ഇതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓരോരുത്തരിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സ്കാൻഡലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവിടെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയല്ലാതെ, കർത്താവിൽ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ ഒരു നിവർത്തിയില്ല. കർത്താവിൻ്റെ ശക്തിയെ നമ്മളെ മനസ്സിലാക്കിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അയാളിൽ മാറ്റം വന്നിരിക്കുന്നു. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് അയാളിൽ കംപ്ലീറ്റ് മാറ്റം വന്നിരിക്കുന്നു. ഞാൻ പറയാറുണ്ട്, ഞാൻ 30 സിഗരറ്റ് വലിക്കുമായിരുന്നു പണ്ട് നവീകരണത്തിൽ. പക്ഷേ ഞാനത് മാറ്റാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും മാറിയിട്ടില്ല. പക്ഷെ എൻ്റെ ഭാര്യ അത് പറഞ്ഞുകൊണ്ട് എന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവൾ പ്രാർത്ഥിച്ചു കാണും. പക്ഷേ ഞാൻ തന്നെ ഈ സിഗരറ്റ് വലി മാറ്റാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും മാറിയിട്ടില്ല. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് അത് മാറിയത് ഭയങ്കര രസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇത്രയും നല്ല ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിച്ചു എങ്കിലും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നതും എനിക്ക് ആദ്യകാലത്തിൽ മനസ്സിലായിരുന്നില്ല. എന്ന് ഞാനത് മനസ്സിലാക്കിയോ അന്നു മുതൽ എൻ്റെ ആ സ്വഭാവങ്ങളിൽ വലിയ വ്യത്യാസം വന്നു. കണ്ടോ, ആ ദൈവീകരണം ദൈവമാണ് നമ്മളിൽ നടത്തുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈ അറിവാണ് മനുഷ്യനില്ലാത്തത്. അതറിഞ്ഞു കഴിഞ്ഞതോടെ ജീവിതം മാറി. ഭയങ്കര വ്യത്യാസമായി. അപ്പോൾ ഇന്നും മനുഷ്യർക്ക് നമ്മൾ അവരുടെ പാപത്തെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് ഇത് മാറില്ല. അതാണ് ഇവിടെ ശിക്ഷകൾ കൊണ്ട് എന്നതിനേക്കാൾ ശരിയായ പ്രബോധനം കൊണ്ട് ദൈവത്തെ സേവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ശരിയായ പ്രബോധനം എന്താണ്? ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. വിശുദ്ധ കൊച്ചുലേസ്യയുടെ തന്നെ നവമാലിക ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാ തോന്നുന്നത്. നവമാലിക വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് വായിക്കണം. സ്റ്റോറി ഓഫ് എ സോൾ, നവമാലിക. അതിൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൊച്ചുലേസ്യ പുണ്യവതി പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം എന്നിൽ ക്രിസ്തു ജീവിക്കട്ടെ ക്രിസ്തു നമ്മളിൽ. അത് വിശ്വസിക്കൂ, അത് അനുഭവിക്കൂ. അതുപോലെ തന്നെ കൊച്ചുലേസ്യയുടെ നവമാലികയിൽ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ ആ ശിക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഭയം മാറി. ഈ പുതിയ നിയമത്തിലെ സ്നേഹിക്കുന്ന ദൈവത്തെ അനുഭവിച്ചപ്പോൾ ഉണ്ടോ, ആ ഭയം മാറി. പഴയ നിയമം നമ്മളെ ഭയമുണ്ടാക്കുന്നു. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയം. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. കണ്ടോ, അപ്പോൾ ക്രിസ്തു നമ്മളിലുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ. ക്രിസ്തു നമ്മളിലുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയമില്ല. ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെ ശിക്ഷിക്കാൻ പറ്റും? ഈശോമിച്ച നമ്മുടെ അകത്തിരിക്കണം. ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആര് ശിക്ഷിക്കും? പറയും. അപ്പോൾ നമ്മളിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകണം. അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറയുന്നത് നമ്മളിലുള്ള കാര്യത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാകണം. ആരുണ്ട് നമ്മളിൽ? ക്രിസ്തു നമ്മളിലുണ്ട്.
ദൈവീകരണം നമ്മളിലുണ്ട്, ത്രിത്വൈക ദൈവം നമ്മളിലുണ്ട്. അതിൻ്റെ പ്രൂഫ് എന്താ? സ്നേഹം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മൾ നല്ലവരായതുകൊണ്ടൊന്നുമല്ല അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. ഇതാണ് മറ്റൊരു കാര്യം. പരിശുദ്ധാത്മാവ് പാപിയിൽ എങ്ങനെ വസിക്കും? പാപിയെ തേടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ പാപിയെ ഉയർത്തുന്നതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ വെല്ലുവിളി, ചലഞ്ച്. ഏറ്റവും വലിയ പാപിയെ സ്വർഗത്തിലേക്ക് എടുക്കണം. അതുകൊണ്ടാണ് നല്ല കള്ളനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത വാക്ക് ഒരു ചലഞ്ചാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. ഒരു സഹോദരി എല്ലാ ദിവസവും എനിക്ക് സന്ദേശങ്ങൾ അയച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അവരുടെ സഹോദരൻ അവിടെ നല്ല വീടും ഇതെല്ലാം പണിത് സുഖമായിട്ട് ജീവിക്കാനായിട്ട് നോക്കുന്നു. ഇവരെ ആ വീട്ടിലേക്ക് കയറ്റുന്നുമില്ല. അവരെ ഒരു വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി ഇരിക്കുകയാണ്. അവർക്ക് ആ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ കയറ്റണില്ല. സത്യക്രിസ്ത്യാനികളായ നമ്മുടെ അവസ്ഥയാണത്. എന്തോ ഒരു ഭയാനകമാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ അവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല, ഈ അവസ്ഥ നോക്ക് നമ്മുടെ. അപ്പോൾ ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ സഹോദരനെ സഹോദരിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയണത് കള്ളമാണെന്നാണ് പറയുന്നത് യോഹന്നാൻ ശ്ലീഹ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. ഇത് യോഹന്നാന്റെ ഭാഷയാണ്, യോഹന്നാൻ ശ്ലീഹയുടെ ഭാഷയാണ്. ഇപ്പൊ ഈ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആരാ? കർത്താവ് സഹോദരരായി കാണുന്ന എല്ലാ മനുഷ്യരും. കർത്താവ് ആരെ സഹോദരരായി കാണുന്നു? ദാ ഫ്രത്തേലി തൂത്തി, എല്ലാരും സോദരർ, എല്ലാരും സോദരർ. ഇത് മാർപ്പാപ്പ പറയണത് മാത്രമല്ല, കർത്താവ് വിശ്വവിഷയം പറയണല്ലേ. എന്റെ സഹോദരരിൽ ഈ ഒരുവനോട് നീ ചെയ്യുന്നത് എന്നോട് തന്നെ ചെയ്യുന്ന മാതിരിയാണ്. നമ്മൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാം വെറുക്കാനുള്ളതല്ല. അവരെല്ലാം ക്രിസ്തുവിന്റെ സഹോദരരാണ്. അതാണ് എല്ലാവരും സഹോദരർ എന്ന് പറയണത്. അപ്പൊ ഇവരെല്ലാം നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരരായിട്ട് കാണണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കഴമ്പില്ല. നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകണം. അവരൊന്നും പള്ളി കയറ്റരുതിട്ടാ, അവരൊക്കെ മാമോദിസ പോലും മുങ്ങിയിട്ടില്ല, അതുകൊണ്ട് പള്ളി കയറ്റരുത് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താണ് അവസ്ഥ. അപ്പോ അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയണത് കള്ളം പറയണതാ. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ ചെറുപ്പത്തില് വള്ളത്തോളോ ആരോ പാടിയൊരു കവിതയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ, അരൂപനീശ്വരൻ അദൃശ്യനായതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ, അരൂപനീശ്വരൻ അദൃശ്യനായതിലെന്താശ്ചര്യം. കേട്ടോ, അപ്പോ നമ്മിൽ ക്രിസ്തു ജീവിക്കുന്നു. നമ്മളിലുള്ള ദൈവ സാന്നിധ്യം, നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ സ്നേഹിക്കാം? അവൻ നല്ലവനായതുകൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പരിശോധിച്ചറിയുവിൻ. അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിന്റെ വലിയ വെല്ലുവിളിയാണ്. അപ്പൊ നമ്മൾ കുറെ പേരെങ്കിലും അങ്ങനെ ഒന്ന് പരിശ്രമിക്കൂ. അത് പെട്ടെന്ന് ആവൂലായിരിക്കാം, പരിശ്രമിക്കൂ. അതെവിടെ തുടരണം? നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങണം. നമ്മുടെ വീട്ടിലെ, നമ്മുടെ ബന്ധുക്കളിലെ പലതരത്തിലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ബലഹീനതകളും കുറവുകളും ഉള്ളവരുണ്ട്. നമുക്ക് സ്വീകരിക്കാൻ ഒരു തരത്തിലും പറ്റാത്തവരാണെങ്കിലും അവരെ സ്വീകരിക്കൂ. അതാണ് ബലഹീനത. ഇന്നലെ പറഞ്ഞ കാര്യമാണ്, വിശദീകരിച്ചില്ല. മറ്റുള്ളവരുടെ ദുർബലത സഹതാപത്തോടെ സഹിക്കണമെന്ന് കർത്താവ് വിധിക്കുന്നു. നമ്മുടെ ദൗർബല്യം മറ്റൊരാളുടെ വേദന വഴി നമ്മുടെ വേദന സഹിക്കുന്നതിനേക്കാൾ അങ്ങനെ ചെയ്യണമെന്ന്. എന്തെന്നാൽ തിരുത്തലിന് വേണ്ടിയുള്ള തിരിച്ചു കൊടുക്കൽ ഇവിടെ നിരോധിച്ചിട്ടില്ല. കാരണം അത്തരത്തിലുള്ളത് കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ്.
അത്തരം ഒരു ഉദ്ദേശം മറ്റൊരാളെ തിരുത്താൻ പരിശ്രമിക്കുന്നില്ല. വിശുദ്ധ അഗസ്തീനോസ് പറയണതാണ്, ശിക്ഷകൾ കൊണ്ട് എന്നതിനേക്കാൾ ശരിയായ പ്രബോധനം കൊണ്ട് ദൈവത്തെ സേവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അനുഭവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ ആദ്യം വേദനയും ഭയവും കൊണ്ട് നിർബന്ധിച്ചിട്ട് പിന്നീട് പഠിപ്പിക്കുകയാണ് കൂടുതൽ നല്ലത്. വാക്കുകളിലൂടെ പഠിച്ചത് പ്രവൃത്തിയിൽ ഉറപ്പിക്കാൻ തന്നെ. കൂടുതൽ നല്ല മനുഷ്യർ യഥാർത്ഥത്തിൽ സ്നേഹത്താൽ നയിക്കപ്പെടുന്നു. ഇത് മുഴുവനും നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതാണ് ഇവിടെ പല സംഭവങ്ങളും നമ്മൾ അവിടെ മുൻപ് വിവരിച്ചതിന് ശേഷമാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കി, സ്നേഹമാണ് സർവോത്കൃഷ്ടം. ആ സ്നേഹമാണ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന കാര്യം. സ്നേഹത്തിലൂടെ ഇതിനെല്ലാം മാറ്റാൻ ശക്തിയുണ്ട്. സ്നേഹത്തിന് ഇതിനെല്ലാം മാറ്റാൻ ശക്തിയുണ്ട്. കാരണം ഒറ്റ ദൈവം സ്നേഹമാകുന്നു. കൂടുതൽ നല്ല മനുഷ്യർ യഥാർത്ഥത്തിൽ സ്നേഹത്താൽ നയിക്കപ്പെടുന്നു. എന്നാലും മനുഷ്യരിൽ കൂടുതൽ ഭാഗവും ഭയത്താലാണ് നയിക്കപ്പെടുന്നത്. അതാണ് നമ്മുടെ മാറേണ്ട അവസ്ഥ. ക്രിസ്തു പൗലോസ് അപ്പസ്തോലനെ ആദ്യം നിയന്ത്രിക്കുകയും പിന്നീട് പഠിപ്പിക്കുകയും ചെയ്ത കാര്യം അവർ പഠിക്കട്ടെ. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ്, അതുകൊണ്ട് പ്രതികാരത്തെ ജ്വലിപ്പിക്കാനുള്ള അത്തരം ദ്രോഹങ്ങളിൽ ക്രിസ്ത്യാനികൾ തങ്ങൾ സ്വീകരിക്കുന്ന ദ്രോഹത്തിൽ നിന്ന് കോപിക്കരുത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ആരോഗ്യകരമായ തിരുത്തൽ നടത്താതിരിക്കരുത്. ആലോചനയ്ക്കും അധികാരത്തിനും അവകാശമുള്ള ദൈവം നൽകുന്ന തിരുത്തൽ ഉപേക്ഷിക്കരുത്. അപ്പോൾ ചില റെസ്പോൺസിബിൾ, ഇപ്പൊ നമ്മൾ മാതാപിതാക്കളാണ്, നമ്മൾ മക്കളെ തിരുത്താൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള അധികാരമാണ്. ആലോചനയ്ക്കും അധികാരത്തിനും അവകാശമുള്ള ദൈവം നൽകുന്ന തിരുത്തൽ ഉപേക്ഷിക്കരുത്. നിഗൂഢാത്മകമായി വ്യാഖ്യാനിച്ചാൽ, ഇപ്പോഴും ആ വലത്ത് ചെകിട്ടത്ത് അടിച്ച കാര്യമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം വലത്തെ ചെകിട്ടത്ത് അടിക്കപ്പെട്ടാൽ ഇടത്തെ ചെകിട് കാണിക്കുക എന്നല്ല, മറ്റേ ചെകിട് കാണിക്കുക എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. പിതാക്കന്മാരുടെ ഇന്റർപ്രിറ്റേഷനിൽ നമ്മൾ കാണേണ്ട ഭയങ്കര രസം ഇതാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില ക്ലിക്ക് അവർ പുറത്തു കൊണ്ടുവരും. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയല്ല. മറ്റേ ചെകിട് കാണിക്കാനാ പറഞ്ഞേക്കുന്നത്. വലത്തെ ചെകിട് കാണിക്കണവർക്ക് ഇടത്തെ ചെകിട് കാണിക്കാനല്ല പറയുക. നമ്മൾ വിചാരിക്കും മറ്റേ ചെകിട് എന്ന് പറഞ്ഞാൽ ഇടത്തെ ചെകിടാണെന്ന്. ഇടത്തെ ചെകിട് കാണിക്കാൻ എന്നല്ല, മറ്റേ ചെകിട് എന്നാ പറഞ്ഞേക്കുന്നത്. എന്തെന്നാൽ നീതിമാന് ഇടത്തേതില്ല. അതായത് ഒരു പാഷാണ്ടി തർക്കത്തിൽ നമ്മെ അടിക്കുകയും തർക്കം കൊണ്ട് അടിക്കുകയും വലതുകരത്തിലേതായ സിദ്ധാന്തത്തെ മുറിപ്പെടുത്തുകയും ചെയ്താൽ അവനെ വിശുദ്ധ ലിഖിതത്തിൽ നിന്നുള്ള മറ്റൊരു സാക്ഷ്യം കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഇതിന് ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന കാലഘട്ടത്തിൽ 10-25 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് വലിയൊരു കൺവെൻഷൻ നടത്തി. അപ്പോൾ വലിയ ജനക്കൂട്ടമെല്ലാം ഉണ്ട്, വലിയ കൺവെൻഷനാണ്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു ഹിന്ദു പൂജാരി താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹിന്ദു പൂജാരി വികാരി അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഈ സാറുമായിട്ടൊന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, ഈ തോമസ് പോളുമായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ അവന് വളരെ സന്തോഷം. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയാണ്, ഇദ്ദേഹം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം, നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹം പറയാണ്, തോമസ് പോൾ, നിങ്ങൾ പറയണു എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന്, എങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന്. നിങ്ങൾ വന്നത്തെ കണക്കനുസരിച്ച് 2% പേരെ ഈ ഭാരതത്തിലുള്ളൂ. നിങ്ങൾ ഈ 2% പേര് 98% മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥമാണിത്? ദൈവം ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ 98% പേര് വിശ്വസിക്കണതിലേക്ക് നിങ്ങളും കൂടി അങ്ങ് വന്നാലല്ലേ നല്ലത്. ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ചെകിടത്ത് അടിച്ച മാതിരിയായത്. ഇല്ലേ? ഇപ്പൊ ചെകിടത്ത് അടിച്ച മാതിരിയായില്ലേ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം? അതാണ് ഒരു ചെകിടത്ത് അടിക്കണത്. ഇപ്പൊ നമ്മൾ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണം എന്ന് പറയണത് ഇവിടെ വിശുദ്ധ ജെറോം പിതാവ് പറയണാണ്. അങ്ങനെ തർക്കിക്കാൻ വരുന്നവരെ നമ്മെ അടിക്കുക എന്നുള്ള വാക്ക് ഇപ്പൊ ഇദ്ദേഹം അടിക്കുന്നില്ല, ഇദ്ദേഹം സ്നേഹത്തിലാണ് പറയണതെങ്കിലും
മറ്റ് വിശുദ്ധ ലിഖിതത്തിൽ നിന്നുള്ള മറ്റൊരു സാക്ഷ്യം കാണിച്ചു കൊടുക്കാം. അതാണ് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക. വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് മറ്റൊരു ഭാഗം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് സമാന്തരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കണ യേശുവിനെ പിന്നാലെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നവരും മറ്റ് മതസ്ഥാപകരുടെയും കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ നിങ്ങളുടെ യേശുവും ഇത്ര പ്രാധാന്യം? മറ്റ് മതസ്ഥാപകരും ഒരു ദൈവത്തിലല്ലേ വിശ്വസിക്കുന്നത്? അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവും അവരും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ പ്രത്യേകമായിട്ട് നിങ്ങളുടെ യേശുവിനുള്ളത്? അവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ആകാംക്ഷയായി ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് സമയമില്ല, ആള് പോയിക്കൊള്ളും. അപ്പൊ അതുകൊണ്ട് ചുരുങ്ങിയ വാക്കിൽ കാര്യം അവതരിപ്പിക്കണം. അതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെയൊക്കെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പറഞ്ഞു, സാറേ ഇരിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഈ യേശു ഒരു ദിവസം പറഞ്ഞു, എന്നെ വധിക്കാൻ ജെറുസലേമിൽ ആളുകൾ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം അങ്ങോട്ട് പോണം. ഇയാളാകെ ഞെട്ടി അത് കേട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു. അതെ, അപ്പൊ ഇതൊരു ഇൻഡോർ ഭാഗത്താണ്. ഇൻഡോറിനും ഭോപ്പാലിനും അല്ലെങ്കിൽ ഇടയ്ക്കാണ് ഈ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇൻഡോറിൽ പോകണം, പക്ഷെ വഴിക്ക് ആരോ നിങ്ങളെ കൊല്ലാൻ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകുമോ? ഇല്ല, തീർച്ചയായിട്ടും പോവില്ല. എന്നാൽ ഇവിടെ ഈ യേശു പറയാണ്, എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം, കാരണം അവിടെ എന്നെ കൊല്ലാൻ ആളുകൾ നോക്കിയിരിക്കുകയാണ്. അവരെന്നെ പീഡിപ്പിക്കും, അവരെന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, എന്നെ അടിക്കും, അവരെന്നെ കൊല്ലും. പക്ഷെ അവസാനം ഈശോ പറഞ്ഞത് ഇതാണ്, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഓ, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? യേശു അവിടെ പോയി, യേശുവിനെ അവർ പിടിച്ചു, അവർ ബന്ധിച്ചു. ഏതെങ്കിലും ഒരു മതസ്ഥാപകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതസ്ഥാപകൻ അങ്ങനെ പോയിട്ടുണ്ടോ? തന്നെ കൊല്ലാൻ നോക്കിയിരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് തന്നെത്താൻ തന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവർ പീഡിപ്പിച്ചു, കുരിശിൽ തറച്ചു, കൊന്നു, കുഴിച്ചിട്ടു. ആകാംക്ഷ. എന്നിട്ട് എന്ത് സംഭവിച്ചു? 3-ാം ദിവസം ആ കുഴിച്ചിട്ട കുഴിയിൽ നിന്നും മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റു. പഴയ പോലെ, പഴയതിനേക്കാൾ ശക്തനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ ഈ പൂജാരി പറയാണ്, അങ്ങനെയെങ്കിൽ അദ്ദേഹം ദൈവം തന്നെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞു. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ലേ? ഇതാണ് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കാൻ പറയുന്നത്. മറ്റേ ചെകിട്. പ്രൈസ് ദി ലോർഡ്.